ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കുറിച്ചാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ മർക്കോസ് 11:24. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്നത്. പ്രാർത്ഥനയില്ല എങ്കിൽ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം ഇല്ലാതെയാകുന്നു. ദൈവത്തോട് എപ്പോഴും അന്യോന്യം ബന്ധമുണ്ടായിരിക്കുവാൻ നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പിതാവായി ദൈവത്തോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നസ്രത്തിലെ ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയാമോ? അവൻ യോഹന്നാനിൽ നിന്ന് മാമ്മോദീസ സ്വീകരിച്ച് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ്റെ പക്കൽ സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പണമായോ സ്വാധീനമായോ സ്ഥാനമായോ ഒന്നും. ചന്തയും കിണറിൻ്റെ വക്കും ടോൾ സ്റ്റേഷനും അന്ന് സുവിശേഷ സംഗമ സ്ഥലമായി. അവൻ പറഞ്ഞത് ദൈവത്തിന് മനുഷ്യരോടുള്ള അമിതമായ വാത്സല്യത്തിൻ്റെ കഥകളായിരുന്നു. അവനെ കേട്ടവർക്കെല്ലാം ആത്മാവിൽ ചലനമുണ്ടായി. അവനും പോയി ജീവിതം കൊണ്ട് പ്രസംഗിച്ചു. അവൻ്റെ താല്പര്യം തൻ്റെ മിടുക്ക് കാട്ടുക എന്നതായിരുന്നില്ല, തന്നെ കേട്ടവരെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. യേശുവിൻ്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു. നിർണായക നിമിഷങ്ങളായ മരുഭൂമിയിലെ പരീക്ഷ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കൽ, കുരിശിലെ മരണം എന്നീ നിമിഷങ്ങളിലെ ഈശോയുടെ പ്രാർത്ഥന തീവ്രമായിരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമുക്ക് പങ്കുവച്ചു തന്നത് അവിടുത്തെ തിരുശരീര രക്തമാണ്, അതിലൂടെ നിത്യജീവനും. യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന. എന്നാൽ ഈ സമ്മാനം സ്വീകരിക്കാനാണ് നാം പലപ്പോഴും മടി കാണിക്കുന്നത്. ചങ്ക് പറിച്ച് തന്നിട്ടും അത് ചെമ്പരത്തിപ്പൂവ് ആണെന്ന മട്ടിലുള്ള നമ്മുടെ പെരുമാറ്റം ഈശോയെ ഏറെ വേദനിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ ഈശോ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആഹാരം തരുന്ന ഈശോ ആത്മാവിനും ആവശ്യമായ ആഹാരം തരുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ് വിശുദ്ധ കുർബാന. ഈശോയെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 6:48 ഈശോ പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനുള്ള താല്പര്യക്കുറവ് നമ്മുടെ മക്കൾ കാണിക്കുമ്പോൾ നാം അവരെ വഴക്ക് പറയാറുണ്ട്. എന്നാൽ ആദ്യം മാറ്റം വരേണ്ടത് നമ്മൾ മാതാപിതാക്കളിലല്ലേ? 10 ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാകുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ബലിയർപ്പണവും കുട്ടികൾക്ക് എന്നും മാതൃകയാകട്ടെ. അതുവഴി പുതുതലമുറയും ഓരോ പ്രഭാതത്തിലും ലഭിക്കുന്ന കർത്താവിൻ്റെ പുതിയ സ്നേഹം രുചിച്ചറിയുവാനും സ്വീകരിക്കുവാനും പ്രാപ്തരാകട്ടെ. ഒരു കഥ പറയട്ടെ. ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ഒരപ്പന് മകനോട് വലിയ സ്നേഹമായിരുന്നു. അപ്പനെപ്പോലെ തന്നെ മകനും വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് അപ്പന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അവൻ്റെ ആവശ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമാണ് അവൻ പ്രാധാന്യം നൽകിയത്. ഒരു ദിവസം അപ്പനോട് മകൻ പറഞ്ഞു, എൻ്റെ പിറന്നാളിന് സമ്മാനമായി കാർ വേണമെന്ന്. എന്നാൽ പ്രായക്കുറവും അപകടങ്ങളും മുന്നിൽ കണ്ട് അപ്പൻ അത് നിരസിച്ചു. അവന് സങ്കടമായി. അങ്ങനെ പിറന്നാൾ ദിവസമായി. അപ്പൻ പതിവ് പോലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരിച്ചുവന്ന് മകന് പിറന്നാൾ സമ്മാനം നൽകി, ഒരു വിശുദ്ധ ഗ്രന്ഥം. അവൻ ആഗ്രഹിച്ചത് ലഭിക്കാത്തതിനാൽ അവൻ ആ വിശുദ്ധ ഗ്രന്ഥം വാങ്ങി മുറിയിൽ എറിഞ്ഞതിന് ശേഷം അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. കുറേ കാലം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ ആ വീട് അനാഥമായി കിടക്കുന്നതാണ് കണ്ടത്. അവൻ തൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ വലിച്ചെറിഞ്ഞ ആ വിശുദ്ധ ഗ്രന്ഥം അവിടെ കിടക്കുന്നു. അവൻ അത് കൈകളിലെടുത്ത് പൊടി തട്ടി തുറന്നു നോക്കിയപ്പോൾ അതാ വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളിൽ കാറിൻ്റെ താക്കോൽ അവൻ കണ്ടു. ഓടിപ്പോയി വീടിൻ്റെ പുറത്തു നോക്കിയപ്പോൾ സൈഡിലായി കാറും കിടക്കുന്നു. അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് അപ്പൻ തന്ന സമ്മാനം ഞാൻ തുറന്നു നോക്കിയെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നും അകലുകയില്ലായിരുന്നു. അതെ, എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ ആ സ്നേഹ സമ്മാനം വിശുദ്ധ കുർബാന ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ നമുക്കും ഒരുങ്ങാം. അതുവഴി നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അനുഗ്രഹമാകാൻ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഈശോയ്ക്കും ശരിയാക്കട്ടെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിലനിർത്തേണ്ടെങ്കിൽ ഇഷ്ടമത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7.